ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കിനി നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ കസ്കസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി എടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ വാനിലയുടെ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാലിലോട്ട് കസ്റ്റേർഡ് പൗഡർ കൂടി ഇട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ഉപയോഗിക്കാവുന്നതാണ്. കോൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് കുറച്ച് എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഈ കസ്റ്റേർഡ് പൗഡർ മാത്രം മതി ഇതുണ്ടാക്കി എടുക്കാനായിട്ട്. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഏതാണ് എസൻസ് ഇഷ്ടം ആ എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എസൻസ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കസ്റ്റേർഡ് പൗഡർ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 1/2 ലിറ്റർ പാലും കൂടി തിളപ്പിക്കാൻ വെക്കാം. അതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ചവ്വരിയാണ്. അത് ഞാനൊരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് നമുക്ക് ഈ പാലിലോട്ടിട്ട് ഈ ചവ്വരിയും കൂടെ വേവിച്ചെടുക്കണം. ചവ്വരി വേവിച്ചെടുക്കേണ്ടതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. നമുക്കത് വെന്ത് കിട്ടണം. ഇല്ലെങ്കിൽ ഈ ചവ്വരിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് തന്നെയായിട്ട് നമുക്ക് വേവിച്ചതിന് ശേഷം നമുക്ക് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പാലിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമുക്കത് നല്ലതുപോലെ വെന്ത് കിട്ടും. ഈ ചവ്വരി എല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ കുറച്ചുണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ചൂടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കുടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ആ പാല് പെട്ടെന്ന് തിളച്ചു പോകും. നമുക്ക് ആ ചവരി ഒന്നും ശരിക്കും വെന്ത് കിട്ടില്ല. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സേമിയയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ കനം കുറഞ്ഞ ടൈപ്പിലെ സേമിയാണ്. നമ്മൾ പായസത്തിന് ചേർക്കത്തില്ലേ, അതിനേക്കാളും വളരെ സോഫ്റ്റ് ആയതാണ്. ഇത് റോസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക്. ഇനി ഇതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതും കൂടി നമുക്ക് വേവിച്ചെടുക്കണം. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് സേമിയ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന സേമിയ ചേർത്ത് കൊടുത്താൽ മതി. അത് ഒഴിവാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ കലക്കി വെച്ചേക്കുന്ന ആ കോൺഫ്ലവറും കൂടി നമുക്കിത് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അത് പെട്ടെന്ന് കുറുകി വരും, പിന്നെ അടിയിലെല്ലാം പിടിക്കും. അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിടണം. നമുക്കൊരു 50 ഗ്രാം ചവരിയുടെ ആവശ്യമുള്ളൂ. ഇനി ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഈ ചവരിയും സേമിയയും കൂടെ നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കണം. കുറച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേണ്ടില്ലേ, ആ ചവരിയും സേമിയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇത് വളരെ പെട്ടെന്ന് തന്നെ കുറുകി വരുന്നുണ്ട്. നോക്കി, ഇത് കുറുകി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. നമുക്കൊരു 2 മിനിറ്റ് കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം വെക്കരുത്. ഒരുപാട് നേരം വെച്ചാൽ ഒത്തിരി അങ്ങ് കുറുകി പോകും. ഇപ്പം നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഒരുപാട് കുറുകിയൊന്നും പോയിട്ടില്ല, എന്നാൽ ആവശ്യത്തിന് കുറുക്കുണ്ട്. ഇതാണ് പാകം. ഈ പാകത്തിൽ എടുക്കണം. ചൂടിൻ്റെ സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവൽ മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ, ആവശ്യമുള്ളവർ ഇത് കാണണേ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കസ്കസ് കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ നല്ല തണുപ്പ് കിട്ടും. ചിലർക്ക് കസ്കസ് ഒരുപാട് ആഡ് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് കുറച്ച് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇഷ്ടം. അപ്പം എത്രയാണോ നിങ്ങൾക്ക് കസ്കസ് ഇടാനായിട്ട് താല്പര്യം അതിനനുസരിച്ച് ഇടുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നട്ട്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇതിൻ്റെ ചെറുതായിട്ട് ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇത് കഴിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ്. ഞാൻ അങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ കയ്യിൽ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കാഷ്യോ ബദാമോ എന്താണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടൊക്കെയുള്ള സമയത്ത് നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നത്തില്ലല്ലോ. നമുക്ക് അന്നേരം വെള്ളവും തണുത്ത എന്തെങ്കിലുമൊക്കെ കഴിക്കാനല്ലേ ഇഷ്ടം. അപ്പോൾ അങ്ങനെ തോന്നുന്നൊക്കെ സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇതുണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ആവശ്യമെന്ന് വെച്ചാൽ അന്നേരം നമുക്ക് കഴിക്കാം. ഞാൻ കുറച്ച് ബദാമും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി നട്ട്സും കൂടി ഇടുമ്പോഴത്തേക്ക് അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഒരു 1/2 ലിറ്റർ പാലെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് അധികം ടൈമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ഇങ്ങനെ ഐസ് ക്യൂബ് ഇട്ട് കഴിക്കുന്നതിനേക്കാളും കുറച്ചേറെ നേരം നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അത് ഈ ഐസ് ക്യൂബ് ഇട്ട് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. ചൂടിൻ്റെയൊക്കെ സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചൂടിനൊക്കെ നല്ലതുപോലെ ആശ്വാസം കിട്ടാറുണ്ട്. നിങ്ങൾ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.